എന്താ പക്ഷെ നല്ല രസമായി ചെയ്തേക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ടോ? നല്ല ഭംഗി. ഈ ഇതിലെന്തോ അരിയൊക്കെ ഇടുന്ന സാധനം മാതിരിയുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് PR പാക്കേജസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഇനി PR പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അതായത് ഒരു ബ്രാൻഡ് ഒരു ഇൻഫ്ലുവൻസർ ഇപ്പം എൻ്റെ കേസിൽ ക്രിയേറ്റർ, എനിക്ക് എന്നെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതിലും കുറച്ചുകൂടി ഇഷ്ടം ക്രിയേറ്റർ എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ഒരു ക്രിയേറ്റർക്ക് അവരുടെ പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കും. അത് നമുക്ക് പ്രഷറൊന്നുമില്ല, വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം, നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായെങ്കിൽ വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. ചില ബ്രാൻഡുകൾ എടുത്ത് പറയും റിവ്യൂ ചെയ്യണം എന്ന്. അങ്ങനെ എടുത്ത് പറയണത് നമ്മൾ എന്തായാലും ചെയ്യണം, അല്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുക. ഇനിയിപ്പോൾ ആ എടുത്ത് പറയുന്നവരുടെയും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ആ ജെന്യൂൻ റിവ്യൂ പറയാം. കാരണം ഇതൊരു PR പാക്കേജ് നമുക്ക് അയച്ചു തരുന്ന ഒരിക്കലും ഒരു പെയ്ഡ് കൊളാബറേഷൻ അല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് 3 PR പാക്കേജസ് വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം കുറേ സാധനങ്ങൾ വെറുതെ കിട്ടും, കുറേ സാധനങ്ങൾ വെറുതെ കിട്ടും. ചിലതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ കറക്റ്റ് എനിക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 3 PR പാക്കേജാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒന്ന് പ്ലമ്മിൻ്റെ, ഒന്ന് മാൾസിൻ്റെ, ഒന്ന് പരോൾ ഗാർഗിൻ്റെ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി പൊട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മാൾസിൻ്റെ ഓപ്പൺ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് മാൾസിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള PR പാക്കേജ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്യൂൻ ഓഫ് മെയ്റ്റ്സിൻ്റെ ഒരു 3 ഷെയ്ഡുള്ളത് ഓൾറൗണ്ടർ എന്ന് പറയുന്നൊരു ഇതാണ്. ഓൾറൗണ്ടർ ഷെയ്ഡ്സിലെ ക്യൂൻ ഓഫ് മെയ്റ്റ്സിലെ 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ വന്നിട്ടുള്ളത് മാൾസിൻ്റെ ഒരു ട്രയോ ട്രീറ്റ് ആണ്. ട്രയോ ട്രീറ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ കണ്ടിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന സാധനം, പക്ഷെ കറക്റ്റ് കയ്യിൽ കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഐലൈനറും മസ്കാരയും ഒരു ഐ ഷാഡോ ഉണ്ട്. കണ്ടോ, ഇത് മസ്കാര ഇങ്ങനെ ഒട്ടും, കണ്ടോ ഇങ്ങനെ കാന്തം പോലെ ഇങ്ങനെ ഒട്ടിയ സാധനം കണ്ടോ. അപ്പം ഇത് മസ്കാരയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞു തരാം. കണ്ടോ മസ്കാര. പിന്നെ ഇതൊരു ഐലൈനർ ആണ്. ഐലൈനർ. പിന്നെ ഒരു ഐ ഷാഡോ ഒരു വൈറ്റ് ഐ ഷാഡോ കണ്ടോ, ഒരു ഐ ഷാഡോ. യെസ്. അപ്പം ഈ 3 സാധനമാണ് ഈ ട്രയോ ട്രീറ്റിലുള്ളത്. ഇതെനിക്ക് മേടിക്കണം എന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ഇറ്റ്. അപ്പം ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് മാൾസിൻ്റെ ഒരു ഇങ്ക് ബ്ലാക്ക് ഐലൈനർ ആണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഐലൈനറാണ്. ഞാൻ മാൾസിൻ്റെ ഐലൈനറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കണ്ണിൽ എഴുതിയേക്കുന്നതും ഇതിൻ്റെ വേറൊരെണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ കണ്ണിൽ എഴുതിയേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പോകില്ല. ലൈക്ക് നമ്മൾ വീട്ടിൽ വന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോവും. നമ്മൾ വാട്ടർ പ്രൂഫ് എന്തെങ്കിലും ക്ലെൻസറോ ക്ലെൻസറോ അല്ലെങ്കിൽ സാധനത്തിന് ഇത് പറയണേ വെറ്റ് ടിഷ്യൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പോകും. അതല്ലാതെ നമ്മളിപ്പോൾ വേർക്കുമ്പോഴോ അല്ലാണ്ട് മുഖം കഴിയുമ്പോഴോ ഒന്നും പോലും വാട്ടർ പ്രൂഫാണ്. ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ഒരു ബ്ലോട്ടർ സെറ്റർ ജെല്ല്. പിന്നെ മാൾസിൻ്റെ ഒരു മേറ്റ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് ലീഡിങ് ലേഡിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, എനിക്കിത് ഞാൻ വിചാരിച്ചത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് കളറല്ല ഇഷ്ടപ്പെടാത്ത സംഭവം, ചുണ്ടിലിരിക്കുമ്പോൾ അടിപൊളിയാണ്. കണ്ടു ഇടുമ്പോൾ നല്ല ഫിനിഷാണ് ഇതിന്. നോക്കി, നല്ല അടിപൊളി ഫിനിഷൊക്കെയാണ് കാര്യം. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെടാത്തത് വേറെ ഒന്നല്ല, ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ ഇത് മാറ്റ് പ്രൂഫ് അല്ല. കണ്ടോ, ഒട്ടും മാറ്റ് പ്രൂഫ് അല്ല. അതുകൊണ്ട് എനിക്കിത് ലൈക്ക് നമുക്ക് അപ്പോൾ റീയൂസ് ചെയ്തുകൊണ്ട് കയ്യിലിരിക്കുന്ന ഇട്ടിട്ട് ഷെയ്ഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത് എന്താ പറയുക, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചുണ്ടിന് പോകും. അപ്പം എനിക്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇതെനിക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമായി. നമുക്ക് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത് മാൾസിൻ്റെ ഒരു മസ്കാരയാണ് കേട്ടോ. മസ്കാര യെസ്, മറ്റേ 2-in-1 മസ്കാര. 2-in-1 അല്ലല്ലോ, സോറി, ഡബിൾ ട്രബിൾ. അത് തന്നെ മസ്കാര, ലെങ്ത്തും വോളിയും. ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഈ സംഭവം വെച്ച് ചെയ്യുമ്പം നമ്മുടെ ലൈക്ക് ഇതിന് ലെങ്ത്ത് കുറച്ചും കൂടി തോന്നും. നെക്സ്റ്റ് വൺ ഈ ബ്ലൂ സാധനം കണ്ടോ, ഈ ബ്ലൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇത് വോളിയം കേട്ടോ. ഇത്
ഭയങ്കര റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനി മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു, ലാസ്റ്റ് എനിക്ക് കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്ത സാധനം ഇതൊരു ഹ്യൂജെല്ലാണ്. മാഴ്സിൻ്റെ ഹ്യൂജെല്ലാണ് കേട്ടോ. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്രൗണും. ഇത് ബ്രൗൺ, ഇത് ബ്ലാക്ക്. ഇത് പിന്നെ എഴുതുന്ന 2 കുഞ്ഞി ബ്രഷസും ഉണ്ട് ഇതിൽ. ഇത് നമ്മുടെ കണ്ണെഴുതുന്ന കണ്ടോ കോൾ. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എഴുതി നോക്കിയായിരുന്നു നല്ലതാണെന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ പിന്നെ ഉള്ളത് ഐബ്രോ ആണ് കേട്ടോ. ഐബ്രോ പാലറ്റ് ഞാൻ എവിടെയോ എടുത്ത് വെച്ചു. ഉള്ളത് ഈ ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. ബ്ലാക്കും ബ്രൗണും ഉള്ള ഇതിനകത്ത് 2 ബ്രഷും ഉണ്ട്. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്, കാരണം വീഡിയോ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ്. ഇക്കണ്ടോ 2 ബ്രഷ്. അപ്പോൾ ഇത്രയാണ് മാഴ്സിൻ്റെ PR പാക്കേജിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം എനിക്ക് വെറുതെ കിട്ടിയ പ്രോഡക്റ്റ്സ് ആണ്. വേണമെങ്കിൽ വീഡിയോ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് നമ്മളിതിനെ വീഡിയോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനേജ്. നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പരുൾ ഗാർഗിൻ്റെ ആണ്. പരുൾ ഗാർഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര വലിയൊരു ബ്യൂട്ടി ബ്രാൻഡാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫെസ്റ്റിവൽ ആണല്ലോ, ഫെസ്റ്റിവൽ അല്ല ഒരു ആചാരമാണ് കർവാ ചൗത്ത് എന്ന് പറയുന്നത്. അതായത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഹസ്ബൻഡിൻ്റെ വെൽബീയിങ്ങിനും പ്രോസ്പെറിറ്റിക്കും കുറേ നാളത്തെ ലോങ് ലൈഫിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, അവർ ചെയ്യുന്ന ഒരു വ്രതം, ഫാസ്റ്റിംഗ് ആണ്. വ്രതം എന്നല്ല ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, വ്രതം. അതായത് സൂര്യൻ ഉദിക്കുന്ന തൊട്ട് ചന്ദ്രനെ കാണുന്നത് വരെ അവർ ഫാസ്റ്റ് ചെയ്യും. എന്നിട്ട് ചന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ അവരൊരു പൂജ പോലെ എന്തോ ചെയ്യും. അതാണ് ഈ കർവാ ചൗത്ത് എന്ന് പറയുന്ന സംഭവം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് അവരൊരു PR പാക്കേജ് അയച്ചിട്ടുള്ളത്. അതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതായിരുന്നു പരുൾ ഗാർഗിൻ്റെ കണ്ടോ ബോക്സ്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയും സാധനങ്ങളാണുള്ളത്. നമുക്ക് എടുത്ത് നോക്കാം എന്തൊക്കെയുള്ളത്. ഇത് മൊത്തം ഈ പൂജ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. എന്തൊക്കെയുണ്ടോ നോക്കാം. യെസ്, ഇത് ആ പൂജ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബോക്സാണ്, അല്ല പെട്ടി, ഒരു സാധനമാണ്. നോട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി കർവാ ചൗത്ത്, സെലിബ്രേറ്റിംഗ് ലവ്, ബ്യൂട്ടി ആൻഡ് ടുഗദർനെസ് ടുഡേ ആൻഡ് ഓൾവേസ്, ലവ് പരുൾ ഗാർഗ് ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ ഒരു സാധനമാണ് ഉള്ളത് കണ്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാനല്ലേ. പിന്നെ ഉള്ളതൊരു സിഗ്നേച്ചർ ക്ലാസിക് റെഡ് സിന്ദൂർ പാക്ക്. ആ സിന്ദൂരത്തിൻ്റെ നല്ല അടിപൊളി ഒരു സാധനം. എടുത്ത് നോക്കായിരുന്നു അല്ലേ, ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു കേട്ടോ. അതായത് ഒരു മറ്റേ ലിക്വിഡും ഉണ്ട്, അതല്ലാതെ സിന്ദൂരമായിട്ടുള്ളതും ഉണ്ട്. അടിപൊളി കൊള്ളാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് പരുൾ ഗാർഗ് ബ്യൂട്ടി സിഗ്നേച്ചർ മെഹന്തി നാച്ചുറൽ ഹെന്നാക്കോൺസ്. ഹെന്നാക്കോൺസ് ഉണ്ട് 2 എണ്ണം. ഓക്കെ, 2 ഹെന്നാക്കോൺസ് ഉണ്ട്. അടിപൊളി. പിന്നെ ഉള്ളത് ഒരു പക്ഷെ നല്ല രസം ചെയ്തേക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ടോ നല്ല ഭംഗി. ഇതിലെന്തോ അരിയൊക്കെ ഇടുന്ന സാധനം മാതിരിയുണ്ട്. അവരുടെ ആ റിച്വൽ എനിക്ക് കറക്റ്റ് അതിലെന്തൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്കല്ല, പക്ഷെ ഞാനിത് കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, മറ്റേ കബി ഖുഷി കബി ഹം സിനിമയിൽ മറ്റേ ബോലി ചൂടിയ പാട്ടില്ലേ, അതിൻ്റെ ഇടയിൽ കച്ചോളിങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടില്ല. വീഡിയോ എടുക്കുമ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കും. മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപാകത ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഒക്കെ വെച്ചിട്ട് ഞാൻ വേർത്ത് കുളിക്കുക വിടുന്നത്. സോ ഞാൻ മുടിയൊക്കെ അതുകൊണ്ടാണ് ടൈ ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബോലി ചൂടിയ പാട്ടിനകത്ത് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, മറ്റേ കാജോളിങ്ങനെ ഇതുപോലെ താലം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ കേട്ടോ ഞാനിത് കണ്ടിട്ടുള്ളത്, ഈ താലം. എന്ത് രസം ഇത് ചെയ്തേക്കണതാണ്. നല്ല ഭംഗിയുണ്ടായവർ പരുൾകാർക്ക്. സൂപ്പർ, ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്തത് അൾട്ടിമേറ്റ് സിൽക്ക് മെയ്റ്റ് കളക്ഷൻ 10 സിഗ്നേച്ചർ ഷെയ്ഡ്സ്. ഇതേ കൂടുതൽ സന്തോഷം ഇനി എന്തുണ്ട് വേറെ. ലിപ്സ്റ്റിക്, അതും 10 എണ്ണം. എനിക്കിപ്പം ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളൊരു സാധനമാണ് ലിപ്സ്റ്റിക്. പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളൊരു സാധനം എന്തായിരുന്നു, കമ്മലായിരുന്നു. ഭയങ്കര വലിയ കമ്മലായിരുന്നു എനിക്ക് പണ്ട് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടായിരുന്ന സാധനം. ഇപ്പോഴത്തെ എൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്
ഞാൻ പണ്ടുണ്ടല്ലോ എൻ്റെ ചേച്ചിമാരൊക്കെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാ നിങ്ങൾ ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പം എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചേച്ചിനെ റെഡിയാക്കാൻ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഞങ്ങളിപ്പോൾ ഭയങ്കര കൂട്ടം, ഞാൻ എൻ്റെ എല്ലാ കാര്യം അവിടെ പോയാൽ ചെയ്യാറ്, ബ്യൂട്ടി പാർലർ അന്ന് തൊട്ടുള്ള കണക്ഷനാണ്. പെരുമ്പാവൂർ തന്നെയുള്ളൊരു ചേച്ചിയാണ്. ചേച്ചി അന്ന് വന്നിട്ട് ചേച്ചിക്ക് എൻ്റെ ചേച്ചീനെ റെഡിയാക്കുന്നതിലും കൂടുതൽ എന്നെ എങ്ങനെ ഫേസ് തീർന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് മറ്റേ മേക്കപ്പ് ചേച്ചി തരല്ലായിരുന്നു. അപ്പോൾ ചേച്ചി വന്നിട്ട് ചേച്ചിക്ക് എങ്ങനെയാലും എന്നെ റെഡിയാക്കിയാൽ മതി. എന്നിട്ട് ഞാനാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇപ്പോഴാണ് ലിപ്സ്റ്റിക് എങ്കിലും ഇട്ട് തുടങ്ങിയത്. എന്നാലും ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് തുടങ്ങിയ സമയത്തായിരുന്നു ചേച്ചിയുടെ കൊറോണയുടെ സമയത്ത്, ആ സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം. അപ്പോൾ കൊറോണ കല്യാണമായിരുന്നു. ആകെ 20 പേരുണ്ടായുള്ളൂ, ക്യാമറമാൻ ഉൾപ്പെടെ 20 പേരെ കല്യാണത്തിനുണ്ടായുള്ളൂ. ഞാനാണെങ്കിൽ അത് സാരി കൊടുത്തിട്ട് ചേച്ചി സാരി കുടിപ്പിച്ചു തന്നെ, അതായത് മേക്കപ്പ് ചെയ്യാമെന്ന് ചേച്ചി സാരി കുടിപ്പിച്ചു തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കണ്ണ് ഞാൻ എഴുതി, പൊട്ട് ഞാൻ തൊട്ടു, അതിന് മുല്ലപ്പ് വെക്കാൻ നേരത്ത് ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് വെച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എനിക്ക് വെച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചീൻ്റെ അടുത്ത് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല, ഇച്ചിരി ചെയ്തു തരാം, ഇവിടെ വേണ്ട എനിക്ക് ഇഷ്ടമല്ല, ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടുതരാം, കൊള്ളിലേക്ക് തുടച്ച് കളഞ്ഞത് പറഞ്ഞു. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട്, എനിക്ക് ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടു. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്നെ കാണാനൊന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിട്ട് പറയണേ, വന്നവരെല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അന്ന് തൊട്ട് ഞാൻ ലിപ്സ്റ്റിക് ഭ്രാന്തി ആയതാ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഞാൻ ലിപ്സ്റ്റിക് ഇടും, അതുപോലെ ആയിപ്പോയി. ഇപ്പോൾ ഇതേ 10 ഷെയ്ഡ്, അത് പരുൾ ഗാർഗിൻ്റെ. ഇതിലെന്ത് വേണം ഇനി? ആഹാ 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 ഹാ. ഇത് ഞാൻ ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ, നല്ല ഷെയ്ഡ്. ഓക്കെ, ഈ 10 ഞാൻ ട്രൈ ഔട്ട് ചെയ്തൊരു ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇനി പിന്നെയുള്ളത് എന്താ ഉള്ളത് നോക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പരുൾ ഗാർഗിൻ്റെ തീർന്നു. ഇതൊരു ചെറിയ സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ഇത്രേ ഉള്ളൂ. ഇതും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു കാജലാണ്, ബോൾഡ് ഡിഫൈൻ കാജൽ, ബ്രൗൺ കളർ കാജലാണ്. ബ്രൗൺ കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിന് ഇവിടെ വെറുതെ അന്നം കിട്ടാതിരുന്ന് പോവുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. ഇത് ബ്രൗൺ ആണ്, ബ്രൗൺ 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 യെസ്. അങ്ങനെ പരുൾ ഗാർഗിൻ്റെ പെട്ടി അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് തുറക്കാനുള്ളത് പ്ലമ്മിൻ്റെ ആണ്. അപ്പം ഇതാണ് പ്ലമ്മിൻ്റെ ബോക്സ്. ഇനി ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്, അത് എളുപ്പത്തിന്. ഇതിലുള്ളത് ഈ സാധനം, ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ. കണ്ടോ, ഇതുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ മേടിക്കാൻ വേണ്ടിയിരുന്ന സാധനമായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയാ കാർട്ടിലിടും, എന്നിട്ട് മേടിക്കാൻ മടിയാണിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ എന്തോരം ചിലവാക്കാനും ഒരു മടിയില്ല, ഞാൻ ആലോചിക്കുക പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നേരത്ത് ഞാൻ ഇരുന്ന് ആലോചിക്കും, ആ പൈസയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. അത് ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, ഇതെന്തെങ്കിലും എനിക്ക് കൊളാബ് വരുമായിരിക്കും, എന്തെങ്കിലും PR വരുമായിരിക്കും. അങ്ങനെ ചില സാധനങ്ങളൊക്കെ എനിക്ക് വരും, ചിലതൊന്നും വരില്ല. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ഒരു 90% സാധനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇത്. ഐ എം ഹാപ്പി. ഇനി അടുത്തത് പ്ലമ്മിൻ്റെ ഒരു 10% വൈറ്റമിൻ C ബാരിയർ ബൂസ്റ്റിംഗ് ഗ്ലോ സെറം. ഇനിയുള്ളത് വൈറ്റമിൻ C അൾട്രാ ലൈറ്റ് ഗ്ലോ ജെൽ ക്രീം. ഇതൊരു ബോക്സ് ഉണ്ട്, നോക്കാം. ഇത് ഹൈഡ്രോമീറ്റർ. ഇത് പ്ലമ്മിൻ്റെ ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടന്റും ഓയിൽ കണ്ടന്റും ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ആണ് സാധനം. ബാറ്ററി ഉണ്ട്. ഇതാണ് മീറ്റർ, ഇത് വെക്കുന്ന സ്റ്റാൻഡാന്ന് തോന്നുന്നു. ഇത് ബാറ്ററി. തുറന്നു നോക്കാം, ബാറ്ററി ഇട്ട് നോക്കാം. നമുക്കിത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ എന്തോ ഫേസിൽ വയ്ക്കുക. അപ്പോൾ നോക്കാം. ഇപ്പോൾ കേട്ടോ വന്നു. മതി. ഇതാണ് സംഭവം. എൻ്റെ ഫേസിലുള്ള മോയ്സ്ചർ കണ്ടന്റ് 52.5%, ഓയിൽ കണ്ടന്റ് 60.8% ആണ്. അതാണ് ഇതിൻ്റെ സംഭവം. ഇത് കൊള്ളാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം നിലവിൽ വന്ന PR പാക്കേജുകളിലുള്ളത്. ഇപ്പം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ. ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ഈ റൂമിലുള്ള ലൈറ്റ്. ഇത് ഇൻഫ്ലുവൻസേഴ്സിനും ക്രിയേറ്റേഴ്സിനൊക്കെ ആവശ്യം വരുന്നൊരു സാധനമാണ്. ചെറിയൊരു ലൈറ്റാണ്. ഇത് കണ്ടോ, ഇത് വയ്ക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ? നല്ല ലൈറ്റാണ് ഇതില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് ഞാൻ മേടിച്ച കേട്ടോ, പൈസ കൊടുത്ത് മേടിച്ചത്. ഇതെനിക്ക് കൊളാബിലിറ്റി ഇതല്ല, വെറുതെ കാണിച്ചു തന്നാൽ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.